ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ കൊച്ചു കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിനൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുന്ന കുട്ടികളാണ്. യങ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിന് വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുപോലൊക്കെ തന്നെ പ്ലസ് ടു ഒക്കെ കഴിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മാർക്കൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഇപ്പോഴും ഓരോരുത്തരും പാസ് ഔട്ട് ആകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോഴേ ഒരു മെഡിസിനൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും പോകുന്നത് ജോർജിയ അല്ലെങ്കിൽ പോളണ്ട് ഇതേപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒക്കെയാണ്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സീറ്റ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇതേപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ട് ജോലി നേടാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു പ്ലസ് പോയിന്റ് കൂടിയുണ്ട്. നമുക്കറിയാം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് സ്റ്റുഡൻറ്റ് വിസക്കാരുടെ ഒരു പ്രളയം തന്നെയായിരുന്നു. കാരണം UK എത്തിക്കഴിഞ്ഞാൽ ഒരു ജോലി ലഭിക്കുമെന്നുള്ള ആ ഒരു ധാരണയിലായിരുന്നു ഒരു 4 വർഷങ്ങളായിട്ട് UK ഇത്രയും സ്റ്റുഡൻറ്റ് വിസക്കാർ ഇടിച്ചു കയറിയത്. നമുക്കറിയാം 2024 അവസാനം 2025 ആകുമ്പോഴേക്കാണ് സ്റ്റുഡൻറ്റ് വിസയിൽ UK വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം വിരളമാണെന്ന് ആൾക്കാർ മനസ്സിലാക്കിയത്. ഇപ്പോൾ 2025 പകുതിയൊക്കെ ആകുമ്പോഴേക്കും UK സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന നമ്മളുടെ മലയാളികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ആൾക്കാർ ഇതേപോലെയുള്ള ഒരു രാജ്യത്ത് വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തിനെ ഉപദ്രവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. UK ഇപ്പോൾ എത്തിയിട്ടുള്ള ആൾക്കാർ അതൊരു ഫാമിലി വിസയിലാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിലാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് പ്രശ്നമുണ്ടായി കഴിയുമ്പോഴാണ് അത് പുറം ലോകം അറിയുന്നത്. നമുക്കറിയാം പല ആൾക്കാരും ഇതേപോലെയുള്ള കുടുംബ വഴക്കുകൾ ഉണ്ടാക്കി ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്നുകിൽ ഭാര്യയെ കുത്തുന്നു, അല്ലെങ്കിൽ ഭർത്താവിനിട്ട് അടിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് പോലീസിൽ കോടതിയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് വലിയ മാധ്യമ ശ്രദ്ധകൾ നേടുന്നത്. അങ്ങനെ ഇല്ലാത്ത ധാരാളം കേസുകളുണ്ട്. നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂസ്റ്ററിൽ, അതേപോലെ തന്നെ ലിങ്കൺ ഷെയറിൽ, അതേപോലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ധാരാളം റിപ്പോർട്ടുകൾ പുറത്തു വന്നുണ്ട്. പല ആൾക്കാരും ഇപ്പോഴും അഴി എണ്ണുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു നമ്മൾ ഒരു നേഴ്സിനെ കുത്തിക്കൊന്നിട്ട് ആ ഒരു പഹയൻ വർഷങ്ങളായിട്ട് ജയിലിൽ കഴിയുന്നത്. നമ്മൾ അതേപോലെയുള്ള ധാരാളം കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ ആയി കഴിയുമ്പോൾ അഹങ്കാരം നമുക്ക് തലയ്ക്ക് പിടിക്കും. ആ ഒരു സമയത്താണ് ഒന്നിൽ ഭാര്യയ്ക്കിട്ട് തല്ല് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് അയൽവക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ വെളിയിൽ കത്തിയുമായിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാരെ പേടിപ്പിക്കുക. ഇങ്ങനെയുള്ള കോപ്രായങ്ങളാണ് പലപ്പോഴും നമ്മളുടെ ആൾക്കാർ UK ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ അറിയാമല്ലോ, വെള്ളമൊക്കെ അടിച്ചിട്ട് ഇതുപോലൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ആ ഒരു സമയത്ത് ഒന്നുകിൽ അവർക്ക് നാട് വിടേണ്ടതായിട്ട് വരും, ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ പിടിയിലാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട ഒരു വാർത്തയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ താമസിച്ചതിന് ശേഷം UK കുടിയേറിയ ഒരു ഫാമിലിയിലെ കെട്ടിയവന് വെള്ളമടിച്ചതിന് ശേഷം സ്വന്തം ഭാര്യയെ പല പ്രാവശ്യം കുത്തി പരിക്കേൽപ്പിച്ച ഒരു വാർത്ത പുറത്തു വന്നത്. ഇപ്പോഴും അദ്ദേഹം ജയിലിൽ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ UK കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സമയങ്ങൾ കൂടിയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കൊരു വിസ കിട്ടി, നിങ്ങൾ ഇവിടെ ഒന്നുകിൽ ഒരു നേഴ്സായിട്ട് വന്നു, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായിട്ട് വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിസയിൽ നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിലാണെങ്കിൽ പോലും ഒരാൾ വന്നു കഴിയുമ്പോൾ അവരിവിടെ വന്ന്, ഇപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും യഥേഷ്ടം നമുക്ക് ഏത് ബ്രാൻഡിലുള്ള കള്ള് വേണമെങ്കിലും കിട്ടും. നമുക്ക് ഇഷ്ടം പോലേക്ക് മേടിച്ച് അടിച്ച് എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യയെ ഇതുപോലെ മാരകമായിട്ട് പരിക്കേൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങിയിട്ട് ഇതേപോലെ കത്തിയും കാണിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഡിപ്പോർട്ടേഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമർസെറ്റിലാണ്. സോമർസെറ്റിലെ ടോണ്ടണിൽ നമ്മുടെ മലയാളികൾ ഇത്രയും നാൾ നടത്താതിരുന്ന ഒരു കാര്യമാണ് പുതിയൊരു മലയാളി ഇപ്പോഴും നടത്തിയിരിക്കുന്നത്. അതായത് 29 വയസ്സ് മാത്രം പ്രായമുള്ള കൊല്ലംകാരനായിട്ടുള്ള ഒരാൾ, ടോണ്ടണിൽ താമസിക്കുന്ന ഒരാൾ ഒരു സ്ത്രീയെ ഒരു പാർക്കിൽ വെച്ച്
പീഡിപ്പിക്കുകയും അതിനുശേഷം അവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ള ഒരു കേസിലാണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം, നമ്മുടെ മലയാളികളൊക്കെ ഇപ്പോഴും UK എത്തിയതിനു ശേഷം വലിയ ധൈര്യശാലികളായിട്ടുണ്ട്. ഇതേപോലുള്ള ക്രിമിനൽ കേസുകളിൽ നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒന്നുകിൽ നിങ്ങളത് ജയിലിൽ പോകും, അതിനുശേഷം അവിടുന്ന് നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നമ്മൾ പ്രത്യേകം അറിയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഫാർ റൈറ്റ് റിഫോം പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ശക്തമായിട്ട് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഈ ജയിലുകളിൽ നിർത്തി തീറ്റിപ്പോറ്റാതെ പിറ്റേ ദിവസം തന്നെ അവരെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞത്. നമുക്കറിയാം, ഇതേപോലെയുള്ള ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ UK ഇതേപോലുള്ള ക്രിമിനൽ കേസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ 2-3 വർഷമൊക്കെ തടങ്കലിലൊക്കെ പാർപ്പിച്ച് അതിനുശേഷം ഇവരുടെ വിചാരണ കഴിയുമ്പോഴാണ് അവരുടെ നാടുകളിലേക്ക് നാട് കടത്തുന്നത്. ആ പരിപാടി നിർത്തണമെന്നാണ് ഇപ്പോഴും പൊതുജനങ്ങൾ കൂടി പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ മലയാളികൾ ഇത്രയും കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് UK എത്തിയതിനു ശേഷം ഇതേപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ വീണ്ടും പോയി പെടുന്നത്. ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള കേസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നിൽക്കക്കണ്ണിയില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒന്നുകിൽ ജയിലിലാവും, അതിനുശേഷം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരുമെന്ന്. പക്ഷേ ആ ഒരു സമയത്തും ഇപ്പോഴും നമ്മളുടെ മലയാളികൾ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഈ ഒരു കേസിൽ കൂടി വീണ്ടും ഇപ്പോഴ് പുറത്തു വരുന്നത്. ടോറന്റോയിലെ വിക്ടോറിയ പാർക്കിൽ കൂടി നടന്നുപോയൊരു സ്ത്രീയാണ് ഇപ്പോൾ റേപ്പ് ചെയ്തതിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ ഇദ്ദേഹം ഇപ്പോഴ് അകത്തായിരിക്കുന്നത്. ഈ ഒരു നവംബർ 14 ഇദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. വിചാരണ കഴിഞ്ഞു കഴിഞ്ഞാൽ, വിചാരണ വരെ എന്തായാലും ഇദ്ദേഹം റിമാൻഡിൽ തന്നെ ആയിരിക്കും. കേവലം 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മലയാളിയെ സംബന്ധിച്ചോളം അവരുടെ മൈൻഡ് സെറ്റ് അത്രമാത്രം മോശമായിരിക്കും ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ഇതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ലാത്ത കാര്യമാണ്. കാരണം 29 വയസ്സുകാരനെ ഒരാൾ UK നല്ല രീതിയിൽ അറിഞ്ഞതിന് ശേഷമായിരിക്കും UK എത്തിയിട്ടുള്ളത്. മാത്രമല്ല, UK നമ്മളൊരു ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ 18-19 വയസ്സുള്ള ഒരാൾ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് UK വന്ന് UK അതിലെ കാര്യങ്ങളൊന്നും അറിയാതെ വന്ന് ചെറിയ പ്രശ്നങ്ങളിൽപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ പെണ്ണ് കേസുകളിലൊക്കെ പെട്ട് ടെസ്റ്റ് മെസ്സേജുകളൊക്കെ അയച്ച് പോലീസ് കേസുകളിൽ പെട്ട് ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതൊക്കെ ഒരു പക്ഷേ അബദ്ധത്തിൽ ചെന്ന് പെടുന്നതായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രാജ്യത്ത് വന്നതിന് ശേഷം ഒരു പബ്ലിക് പാർക്കിലൊക്കെ വെച്ച് ഇതേപോലൊക്കെ റേപ്പ് ചെയ്യുക അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്ക് ഇത്രമാത്രം ധൈര്യം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇവിടെ വന്നതിന് ശേഷം ഒന്നുകിൽ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള റേപ്പ് കേസുകളിൽ പെടുക, കൊലപാതക ശ്രമങ്ങളിൽ നിങ്ങൾ പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം നിങ്ങളുടെ നരകത്തിന് തുല്യമായിട്ടുള്ള ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. റേപ്പിന് 2 കുറ്റങ്ങളും അതുപോലെ തന്നെ കൊലപാതക ശ്രമത്തിന് 1 കുറ്റവുമാണ് ഇദ്ദേഹത്തിന് എതിരെ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ റിമാൻഡിലാണ് ഇദ്ദേഹം ഉള്ളത്. വിചാരണ കഴിയുമ്പോൾ മാത്രമാണ് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് എത്ര വർഷത്തെ ശിക്ഷ ലഭിക്കുമെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 10 വർഷമെങ്കിലും കിട്ടാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ വീണ്ടും നമ്മൾ പറയുന്നത് UK പോലെയുള്ള രാജ്യത്തെത്തുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ കുറച്ചുകൂടി പഠിക്കുക. ഇവിടെ വന്ന് ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ്റെയും ജീവിതം അവസാനിച്ചു എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ ഇനിയിപ്പോഴേ 10-15 വർഷം ഇവിടെ ജയിലിൽ കടന്നതിന് ശേഷം നിങ്ങളുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ എൻട്രി ആയിരിക്കും ആ ഒരു നിങ്ങളുടെ പാസ്പോർട്ടിൽ അടിച്ചേരും. നിങ്ങൾക്ക് മിക്കവാറുമുള്ള ഒരു രാജ്യത്തേക്കും വീണ്ടും പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കുക. ഇനിയിപ്പോഴേ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നിയമങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയി പെടാതെ നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിക്കുക. അത്ര മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ UK എന്നല്ല, ലോകത്തിൻ്റെ ഏതൊരു സ്ഥലത്ത് നിങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിച്ച് അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.